ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കാണ്. എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ഓറഞ്ച് നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്കതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളഭാഗം ഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തൊലി ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചില്ലേ, ആ ഓറഞ്ച് ഒന്ന് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എല്ലാം ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ച് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്കൊരു പാൻ എടുത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കുന്ന ജ്യൂസ് നമുക്കതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടുപ്പി വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം, ഒന്ന് തിളപ്പിച്ച്. ഇത് ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്ന രീതിയിൽ ഒന്ന് നമുക്ക് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാൻ വേണം. അപ്പോൾ നമുക്കിവിടെ സിറപ്പ് തിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി അടുത്തായിട്ട് 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് സോൾട്ട്, ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു 3 തവണ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സിറപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന നമ്മുടെ മൈദയും എല്ലാം കൂടി നമുക്കൊന്ന് ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ബീറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. അടുത്തതായിട്ട് ഞാനൊരു 4 ഡ്രോപ്പ് യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ കളർ ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ സെറ്റിംഗ് ട്രേ റെഡിയാക്കുകയാണ്. അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ എയർ ബബിൾസ് എല്ലാം പോകും. അടുപ്പ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പാൻ വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുക്കർ ഇറക്കി അടച്ച് വെച്ചേക്കാം. ഒരു 20 to 25 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു തണുത്ത തുണി ഉപയോഗിച്ചൊന്ന് മൂടി വെച്ചേക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് കുക്കറിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതുപോലെ ഓറഞ്ച് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നാരും തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കതിനകത്തുള്ള ആ ഒരു അല്ലി മാത്രം കിട്ടിയാൽ മതി. ആ രീതിയിൽ നമുക്കൊന്ന് മാറ്റിയെടുക്കാം.
അടുത്തായിട്ട് ഒരു ഓറഞ്ച് എടുത്ത് നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കൊരു പാനിലേക്ക് ഒഴിക്കാം. ഇനി ഈ ജ്യൂസിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരുന്ന അല്ലിയില്ലേ, നമുക്ക് അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. നല്ല തിളച്ച് ഒരു ചെറിയൊരു തിക്നെസ്സിൽ കിട്ടിയാൽ മതിയാവും. നമുക്കൊന്ന് തിളച്ച് അതിനുശേഷം നമുക്കതൊരു വേറൊരു ട്രേയിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ്. ഇനി അടുത്തായിട്ട് ആ പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു പിഞ്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യാം. ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സിറപ്പ്, ഓറഞ്ചിൻ്റെ സിറപ്പ് കൂടി ആഡ് ചെയ്തെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഓരോ ലെയറിലും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സിറപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സിറപ്പ് ആഡ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച ഫസ്റ്റ് ലെയർ നമ്മൾ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് ആണ് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറായിട്ട് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയറായ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കേക്ക് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമും അതുപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ ഫില്ലിങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തേച്ച് തേർഡ് ലെയർ വെച്ചിട്ട് നമുക്ക് കേക്ക് മൊത്തത്തിലൊന്ന് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ടുള്ള ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാരങ്ങ ഇതുപോലെ അരിച്ച് നാരങ്ങയുടെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി അരിപ്പ് ഉപയോഗിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കോൺഫ്ലവർ കട്ട പിടിക്കാൻ പാടില്ല. ഇനി നമുക്കിതൊരു ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചുകൂടെ ഭംഗി വരും. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലേക്ക് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഓറഞ്ച് സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.